നമസ്കാരം. കന്യാകുമാരിയിൽ ഉള്ളൊരു ക്ഷേത്രമാണ് വെങ്കിടേശ്വര ക്ഷേത്രം. ശ്രീ വെങ്കിടേശ്വര സ്വാമി ടെമ്പിൾ, കന്യാകുമാരി. ഇവിടെ നമുക്ക് വളരെ നല്ലൊരു അമ്പലമാണ്. തിരുപ്പതി ക്ഷേത്രം പോലെ തന്നെ ഭഗവാനെ ദർശിക്കാൻ കഴിയുന്ന ഒരു അമ്പലം കൂടിയാണ് ഈ ഒരു അമ്പലം. ഒരുപാട് പേര് വരുന്നില്ല കേട്ടോ. ഒരുപാട് പേർക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് വരാത്തത്. എന്നാൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങളിപ്പോൾ ഒത്തിരി പേരാണ് വരുന്നതെങ്കിൽ, അതായത് ടൂറിസ്റ്റ് ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ ഒത്തിരി പേര് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ്ങിൽ വന്ന് സമയം ചിലവഴിക്കാനും ഭഗവാനെ തൊഴാനും, അതുപോലെ തന്നെ ഇവിടെ അന്നപ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിച്ച് അന്നപ്രസാദം ഇവിടെയാണ് കൊടുക്കുന്നത്. വലിയൊരു ഹാളാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രസാദം കഴിക്കാം, നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാം, അതുപോലെ തന്നെ ഭഗവാനെ നന്നായിട്ട് തൊഴുകയും ചെയ്യാം. അതായത് കന്യാകുമാരി വരുമ്പോൾ വെങ്കടേശ്വര ദർശനം സാധ്യമാകുന്ന ഒരു അമ്പലമാണിത്. ഇവിടെ എപ്പോഴും പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി വിവേകാനന്ദ പാറ നന്നായിട്ട് കാണാം. അതുപോലെ തന്നെ വളരെ തണുത്ത കാറ്റാണ് ഇവിടെ എപ്പോഴും. വളരെ സുഖമുള്ളൊരു അന്തരീക്ഷമാണ്, മനസമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും കന്യാകുമാരി പോകുമ്പോൾ ഉറപ്പായിട്ട് ഒരു അമ്പല ദർശനം നടത്തണം കേട്ടോ. കന്യാകുമാരിയിൽ നിന്ന് വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ എത്തിച്ചേരാൻ കഴിയും കേട്ടോ. അപ്പോൾ പറ്റുന്നവരെല്ലാം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് തൊഴുക. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് വീണ്ടും പറയുന്നത്. കാരണം അത്രയും അനുഭവിച്ചതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തെ ഒരു അന്തരീക്ഷം അത്ര മനോഹരവുമാണ്. അപ്പോൾ ഈവനിങ് ടൈമാണ് കേട്ടോ കൂടുതലും നല്ലത് ഈ ഒരു അമ്പല ദർശനത്തിന്. കാരണം എന്ന് വെച്ചാൽ വെയിൽ ഉള്ള സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിരിക്കും. ഇവിടെ കടലിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും. ഈവനിങ് 5 മണിക്കാണ് ടെമ്പിൾ ഓപ്പൺ ആക്കുന്നത്. 3 മണി വരെ തുറന്നിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് 5 മണിക്കാണ് ഓപ്പൺ ആക്കുന്നത്. 5 മണി 5:30 മണിയാവും കേട്ടോ. 5 മണിക്കാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോഴും അവിടെ കുറച്ച് നേരം നിന്ന് ഒന്ന് ഭഗവാനെല്ലാം തൊഴുത് പ്രസാദമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് മടങ്ങാവുന്നതാണ്. നിങ്ങൾ പോയി നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ആ അമ്പലത്തിൻ്റെ ഒരു ഭംഗിയും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ജയവിജയന്മാരുടെ കാവല് പുറത്ത് വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. അകത്ത് ക്യാമറയും വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ള കാഴ്ചകൾ മാത്രം എടുത്തത്. അപ്പോഴും എല്ലാവരും ഒന്ന് പോയി നോക്കുക. ബാക്കി കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ.